Assalamualaikum dear friends and once again welcome back to our channel. വീടുകളിൽ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് ഉപയോഗിക്കുന്നവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും കണ്ടിരിക്കേണ്ട ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദം തന്നെ ആയിരിക്കും. വീട്ടിൽ മൺചട്ടിയും അലുമിനിയം പാത്രങ്ങളും മാറ്റിവെക്കാതെ പാചകം ചെയ്യാനായി ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് വാങ്ങിയവരാണോ നിങ്ങളെങ്കിൽ സൂക്ഷിക്കണം. നമ്മൾ അറിയാതെ വരുത്തുന്ന ചില ചെറിയ തെറ്റുകൾ കാരണം മെഷീൻ പെട്ടെന്ന് കേടാവാനും എന്തിനേറെ വലിയ അപകടങ്ങൾ വരെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് സുരക്ഷിതമായും ദീർഘകാലം കേടുപാടുകളില്ലാതെ ഉപയോഗിക്കാനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു. വീഡിയോ മുഴുവനായി കാണുക. അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. അപ്പോൾ വന്നോളൂ, നമുക്ക് വേഗം വിഷയത്തിലോട്ട് പോകാം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലാസ് പ്രതലത്തിലെ കടുത്ത ചൂടാണ്. സാധാരണ ഇൻഡക്ഷൻ കുക്കറുകളിൽ പാത്രം മാറ്റിയാൽ ഉപരിതലം പെട്ടെന്ന് തണുക്കും. എന്നാൽ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിൽ സ്വിച്ച് ഓഫ് ചെയ്താലും ഗ്ലാസ് ടോപ്പിൽ കടുത്ത ചൂട് തന്നെ ഉണ്ടാകും. ഡിസ്പ്ലേയിൽ ഹോട്ട് വാർണിംഗ് സൂചന മാറി പ്രതലം പൂർണ്ണമായി തണുക്കുന്നതുവരെ കൈ തൊടാനോ കുട്ടികളെ അടുത്തു വിടാനോ പാടില്ല. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് പാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. മൺചട്ടി, അലുമിനിയം, സ്റ്റീൽ, ഗ്ലാസ് തുടങ്ങി ഏതു പാത്രവും ഇതിൽ ഉപയോഗിക്കാം. എങ്കിലും അടിഭാഗം നന്നായി പരന്ന പാത്രങ്ങൾ മാത്രം വെക്കുകയാണെങ്കിൽ താപം കൃത്യമായി പാത്രത്തിലേക്ക് കിട്ടില്ല. കറണ്ട് ചാർജ് കൂടുകയും ചെയ്യും. മൂന്നാമതായിട്ട് പറയുന്നത് വൃത്തിയാക്കുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകളാണ്. പാചകം കഴിഞ്ഞ ഉടൻ ചൂടുള്ള ഗ്ലാസ് പ്രതലത്തിലേക്ക് പച്ചവെള്ളം ഒഴിക്കുകയോ തണുത്ത നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുകയോ ചെയ്യരുത്. താപനിലയിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യത്യാസം തെർമൽ ഷോക്ക് കാരണം ഗ്ലാസ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായി തണുത്ത ശേഷം മാത്രം ഈർപ്പമുള്ള തുണി ഉപയോഗിച്ച് തുടച്ചാൽ മതി. നാലാമതായിട്ട് പറയുന്നത് കുക്ക് ടോപ്പുകൾ 2000 വാൾട്ട് മുതൽ 2200 വാൾട്ട് വരെ ഉയർന്ന പവർ എടുക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും പവർ സോക്കറ്റുകളിൽ മാത്രം കുത്തി ഉപയോഗിക്കുക. സാധാരണ പ്ലഗുകളിലോ ഗുണനിലവാരമില്ലാത്ത എക്സ്റ്റൻഷൻ കോഡുകളിലോ ഉപയോഗിച്ചാൽ വയർ ഉരുകി അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. സാധ്യത മാത്രമല്ല, അപകടമുണ്ടാകും. അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെഷീൻ ഓവർഹീറ്റ് ആകാതിരിക്കാൻ അടിവശത്ത് കൂളിംഗ് ഫാനും എയർ വെന്റുകളും ഉണ്ട്. കുക്ക് ടോപ്പിനടിയിൽ പത്രക്കടലാസ്, പ്ലാസ്റ്റിക് ഷീറ്റ്, തുണി എന്നിവ വിരിക്കരുത്. ഇവ ഫാനിന്റെ വായു സഞ്ചാരം തടസ്സപ്പെടുത്തുകയും മെഷീൻ കേടാകാനും ഇടയാക്കും. ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭാരം കൈകാര്യം ചെയ്യലാണ്. വെയിറ്റ് കപ്പാസിറ്റി അനുവദനീയമായ ഭാരത്തിൽ കൂടുതൽ, അതായത് 10 മുതൽ 15 കിലോയിൽ കൂടുതൽ വലിയ പാത്രങ്ങൾ വയ്ക്കരുത്. ഭാരമുള്ള മൺചട്ടികളും പാത്രങ്ങളും വെക്കുമ്പോൾ ഗ്ലാസ് പ്രതലത്തിലേക്ക് തട്ടി വീഴാതെ സൂക്ഷിച്ചു മാത്രം വെക്കുക. ഏഴാമതായിട്ട് പറയുകയാണെങ്കിൽ ശൂന്യമായ പാത്രങ്ങൾ ചൂടാക്കരുത് എന്നുള്ളതാണ്. ഡ്രൈ ഹീറ്റിംഗ് ഭക്ഷണ സാധനങ്ങളോ വെള്ളമോ ഇല്ലാതെ ശൂന്യമായ പാത്രങ്ങൾ ഉയർന്ന ചൂടിൽ കുക്ക് ടോപ്പിൽ വെക്കരുത്. ഇത് പാത്രത്തിന്റെ അടിഭാഗം കേടാക്കാനും ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് എലമെന്റിന്റെ ആയുസ് കുറയ്ക്കാനും കാരണമാകും. എട്ടാമതായിട്ട് പറയാൻ പോകുന്നത് എനിക്ക് പറ്റിയ ഒരമളിയെ കുറിച്ചാണ്. അതായത് പാത്രത്തിന്റെ അടിവശം നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം തുടച്ചു മാറ്റി ഉരുകുന്ന സാധനങ്ങളൊന്നും പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഇതിന്റെ മുകളിലേക്ക് വെക്കാൻ പാടുള്ളൂ. എനിക്ക് ഇതുപോലെ അബദ്ധം പറ്റിയത് കൊണ്ടാണ് നമ്മുടെ ഈ കുക്ക് ടോപ്പിലും കുറച്ച് അഴുക്കുകൾ ഇതുപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് പാചകം ചെയ്യുമ്പോഴും ഓഫ് ചെയ്ത ഉടനെയും പ്രതലത്തിന് സമീപത്തോ മുകളിലോ പ്ലാസ്റ്റിക് കവറുകളോ സ്പൂണുകളോ വയ്ക്കരുത്. ചൂടേറ്റ് പ്ലാസ്റ്റിക് ഉരുകി ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിച്ചാൽ നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കൂട്ടുകാരെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചാൽ കുക്ക് ടോപ്പ് ഒരു കേടുപാടും കൂടാതെ വർഷങ്ങളോളം നിങ്ങൾക്ക് സുരക്ഷിതമായി തന്നെ ഉപയോഗിക്കാം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്താനും വീട്ടിൽ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. കുക്ക് ടോപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഇതുപോലുള്ള ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.